ചില സുഹൃത്തുക്കൾ നമ്മളിങ്ങനെ പെട്ടെന്ന് വിട്ടുപോകുന്നത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും അല്ലേ? ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, ഭയങ്കര ആത്മാർത്ഥമായ സുഹൃത്തുക്കളായിരിക്കും. പക്ഷേ അവരൊരു സമയത്ത് പെട്ടെന്നൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ അങ്ങോട്ട് വിട്ടിട്ട് പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറേ ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. ഈ സുഹൃത്ത് നമ്മളെ വിട്ടു പോയല്ലോ, ഞാനിനി എന്ത് ചെയ്യും, അയ്യോ നല്ലൊരു സുഹൃത്തായിരുന്നല്ലോ. ചെല്ല് പറഞ്ഞ കേട്ടിട്ടുണ്ട്, ഞാനൊരു 10 വർഷത്തെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അത് നഷ്ടപ്പെട്ടു പോയത്. 10 വർഷത്തോളം ഞാൻ അയാളുമായിട്ടുള്ള സൗഹൃദത്തിലായിരുന്നു, അല്ലെങ്കിൽ 15 കൊല്ലം ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് ജന്മമെടുത്ത് ഇവിടെ ജീവിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് വലിയൊരു ഡ്രാമയാണ് ശരിക്കും. നാടകത്തിലെ നടനോ നടിയായിട്ടാണ് നമ്മൾ വരുന്നത്. ഇത് ഭയങ്കര വലിയ ഡ്രാമയാണ്. ഒരുപാട് ആക്ടേഴ്സൊക്കെ ഉള്ള ഒരു വലിയൊരു ഡ്രാമയിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ആദ്യം കാണുന്ന അച്ഛനമ്മ അല്ലെങ്കിൽ സഹോദരന്മാർ അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ഫസ്റ്റ് നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ അവരാണ്. പിന്നെ ആളുകളുടെ എണ്ണം കൂടും. വലുതായി വരുന്നതോറും സുഹൃത്തുക്കൾ, കാര്യങ്ങൾ, അങ്ങനെ ബന്ധുക്കളൊക്കെ ആയിട്ട് അങ്ങനെ കൂടുതൽ നടീനടന്മാർ വന്നുകൊണ്ടേയിരിക്കും. കുറേ കഴിയുമ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ വിട്ട് മാറി ഇങ്ങനെ പോകും. അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുന്നു, പഴയ ആൾക്കാർ പോകുന്നു അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരന്മാരായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഇല്ലല്ല. അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികളായിട്ട് നിങ്ങൾക്ക് അടുപ്പമുണ്ടോ? അതും ഉണ്ടാവില്ല. 10-ാം ക്ലാസ്സിലോ? അതും ഉണ്ടാവില്ല അല്ലേ? കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ ഉണ്ടാവും 1-2 പേര് അല്ലേ? ചിലപ്പോൾ ഒരു 10 പേരൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ, റിലേറ്റീവ്സ്, അങ്ങനത്തെ കുറേ വലയം ഉണ്ടാവും. അതും കുറേ പേര് പോവും, കുറച്ച് പേരുണ്ടാവും. അപ്പോൾ ഒന്നും പെർമനൻ്റ് അല്ല. നത്തിങ് ഈസ് പെർമനൻറ്റ് അല്ലേ? ഒന്നും ശാശ്വതമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാം മായയാണെന്നുള്ളൊരു ചിന്തയാണ് ഇതിൻ്റെ പുറകിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വൈബ്രേഷൻ ലെവലിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ യാത്രയിൽ ഇങ്ങനെ ഒരു പ്രായം പോലെ ഇങ്ങനെ വന്ന് നിങ്ങൾ കൂടുതൽ ആത്മീയ വിഷയങ്ങളിലോട്ട് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ അവയർനെസ് വരുന്നു, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. അപ്പോൾ പ്രായം ചെല്ലുന്തോറും നിങ്ങളുടെ വൈബ്രേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. മിക്ക ആൾക്കാരെയും നല്ല ഹയർ വൈബ്രേഷനിലേക്ക് വരുന്നതായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. ചില ആൾക്കാരുണ്ട്, അവർ ലോയർ വൈബ്രേഷൻ ആണെങ്കിൽ അത് അങ്ങനെ ഇരിക്കും. ഇപ്പോൾ ആ ഒരു 3 വൈബ്രേഷനാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ 3 മാറാൻ തയ്യാറില്ല, അവർ അതിൽ തന്നെ പോകും. പക്ഷേ പൊതുവേ ഉള്ള ആളുകൾ അല്ലേ, നമ്മളിപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 2 മക്കളുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ മകനാണെന്ന് വിചാരിക്കും. ഒരു വീട്ടിൽ താമസിക്കുന്നു, ഫാദറും മദറിൻ്റെ കൂടെ താമസിക്കുന്നു. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ സഹോദരനായിരിക്കും ആ വീട് കിട്ടുക അല്ലേ? പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, നമ്മൾ വേറെ സ്ഥലം മേടിക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ നമുക്ക് ഇത്തിരി സ്ഥലം തരുന്നു, നമ്മളത് വീട് പണിയുന്നു അല്ലേ? അപ്പോൾ നമ്മളൊരു കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ അവിടെ മാറി നമ്മുടെ അധ്വാനം കൊണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നു. പിന്നെ അവിടെ നമ്മൾ കുടുംബമാക്കുന്നു, കല്യാണം കഴിക്കുന്നു, കുടുംബമാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നു, ചില വേറെ പ്രോപ്പർട്ടി മേടിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ പ്ലാൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്ന പോലെയാണ് വരിക. അതെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനമൊന്നും അല്ലെങ്കിൽ കൂടിയും അവിടെ ഒരു വളർച്ചയുണ്ട്, നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ആത്മീയമായ കാര്യങ്ങളിലും അതേപോലെ നിങ്ങളുടെ സൈഡിൽ കൂടി നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ഒരു ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ വൈബ്രേഷൻ ലെവൽ കൂടുകയും ചെയ്യും. ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സാറേ എനിക്ക് അവിടെ പോയാൽ പ്രശ്നമാണ്, ഇവിടെ പോയാൽ പ്രശ്നമാണ്, ആൾക്കാരെ കണ്ടാൽ കുഴപ്പമാണ്. ഇതിനെപ്പറ്റി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ്. അപ്പോൾ അത് വൈബ്രേഷൻ ലെവൽ കൂടുന്നതാണ്. നമ്മുടെ വൈബ്രേഷൻ ലെവൽ കൂടുന്നു, ലൈറ്റ് ബോഡി ആക്ടിവേഷൻ നടക്കുന്നു. ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളൊരു മാഗ്നറ്റ് പോലെ, കാന്തം പോലെ ആവുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഇത്തിരി പവറുള്ള കാന്തമാണ്, അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുന്നത്. ഞാൻ അധികം ആൾക്കാരത് കാണാറില്ല, ഇവിടെ കൺസൾട്ടേഷൻ ഇല്ല, വീട്ടിലാരെയും ഞാൻ വരുത്താറില്ല. വളരെ അപൂർവമായിട്ട് മാത്രം പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ വല്ല പഠിക്കാനോ അല്ലെങ്കിൽ കാണാനൊക്കെ ഇന്ന് ജസ്റ്റ് വന്ന് പോകുന്ന ആൾക്കാരാണ്, അത്രയേ ഉള്ളൂ. കാരണം മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തല്ലേ, കുറച്ച് അടുത്തുള്ള ഒരാളാണ്, ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വാട്സാപ്പ് വഴി എന്താണ് നിങ്ങൾ ചെയ്യണത്, നമുക്ക് നേരിട്ട് സംസാരിക്കാമല്ലോ, അല്ലെങ്കിൽ നേരിട്ട് ഹീൽ ചെയ്യാമല്ലോ, ഞങ്ങൾ വരട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, വരണ്ട. അപ്പോൾ അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. കാരണം എൻ്റെ വൈബ്രേഷൻ ലെവലിൻ്റെ പ്രശ്നമാണ്. ഞാൻ ആ ഹയർ വൈബ്രേഷനിലേക്ക് എത്തിയതുകൊണ്ട് മറ്റുള്ളവരുടെ ഈവൻ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ആളുകളുടെ നെഗറ്റീവ് എൻ്റെ ശരീരത്തിലേക്ക് വരുന്നത് കാരണമുണ്ട്. ഒരു 10-15 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് റിലീഫ് ഉണ്ടാവും, അവരുടെ എനർജി കുറച്ചും കൂടി ക്ലിയറായി കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ആ ഒരു വൈബ്രേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമത്. എൻ്റെ വീഡിയോസ്
കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു എന്താണ് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നവരുണ്ട്, പറയാറുണ്ട്, പലരോട് പറയാറുണ്ട്. അങ്ങനെ ആൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. ഈ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതേപോലെ അകന്നു പോകുന്ന ആൾക്കാരെ, വിട്ടുപോകുന്ന ആളുകൾ നമ്മളുടെ വൈബ്രേഷൻ 3 എന്നുള്ളത് 4ലേക്കോ 5ലേക്കോ എത്തുമ്പോൾ ആ 3-ൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ നമ്മളെ വിട്ടുപോകും. അല്ലെങ്കിൽ അവൻ്റെ റോൾ അവസാനിച്ചു, നാടകത്തിൽ അവൻ്റെ ആ ഒരു റോള് അവിടെ അവസാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ വിട്ടുപോകാനുള്ള സമയമായി അവൻ വിട്ടുപോയിക്കോളും. ചിലപ്പോൾ കുറേ വർഷങ്ങൾ അടുപ്പമുള്ള സുഹൃത്തുക്കളായിരിക്കും. അവൻ്റെ ആ ഒരു ടൈമായി അവൻ വേറെ വഴിക്ക് പോകുന്നു, നമ്മൾ ഈ വഴിക്ക് പോകുന്നു. അപ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാനായിട്ട് പഠിക്കണം. നമ്മളത് നന്മയ്ക്കാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവനങ്ങനെ വിട്ടുപോകുന്നത്. നമ്മളുടെ വൈബ്രേഷൻ ഹൈ ആയതുകൊണ്ടാണ് വിട്ടുപോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. പക്ഷേ അപ്പുറത്ത് ഇവന് ഒരെണ്ണം പോകുമ്പോൾ 2 പേര് നമ്മളെ ഹയർ വൈബ്രേഷനുള്ള 2 പേര് അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, പുതിയ 2 ഫ്രണ്ട്സ്. ആ ഒരു സാധനം നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു തത്വമാണ്. എപ്പോഴും ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ അലമാരയിൽ ഫുൾ ഡ്രസ്സ് ഇങ്ങനെ അടുക്കടുക്ക് വെച്ചേക്കാണ് അല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് അത് നോളജാണ്. നിങ്ങൾ നോളജാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് പുതിയ നോളജ് കുറച്ച് സ്റ്റോർ ചെയ്യണം, സ്പേസ് ഇല്ല അല്ലേ. അപ്പോൾ അതിൽ നിന്നൊരു 10 ജോഡി ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് 10 സ്പേസ് കിട്ടിയാൽ, അപ്പോൾ പുതിയൊരു നോളജ്, പുതിയൊരു അവയർനെസ്, പുതിയൊരു വിസ്റ്റം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് അലമാരയിൽ സ്റ്റോർ ചെയ്യാം അല്ലേ. അതല്ലേ ശരി, അതാണ് തത്വം. അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാരണം നമ്മളുടെ ഇതിന് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് മെമ്മറി സ്റ്റോറേജ് ഉണ്ട്. മൊബൈലിൻ്റെ പോലെ തന്നെയാണ് നമ്മളും അല്ലേ. ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ പല കാര്യങ്ങളും സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ആളുകളുടെ പേരുകൾ മറന്നു പോകുന്നു. ആളുകളുടെ സ്ഥലം, പെട്ടെന്ന് സ്ഥലത്തിൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പേരുകൾ, ഇത് രണ്ടുമാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്കെന്തോ മെമ്മറി പ്രശ്നം ഉണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ വർത്തമാനം പറയുന്നത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പറയില്ല. കൃത്യമായിട്ട് പഴയ പണ്ടത്തെ ഓരോ കണക്കുകൾ ഒക്കെ കൃത്യമായിട്ട് എൻ്റെ ബ്രെയിനിൽ കിടപ്പുണ്ട്. ഓരോ കണക്കും ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ എൻ്റെ പറഞ്ഞിട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് സാധനങ്ങൾ കംപ്ലീറ്റ് പോവും. അതാണ് ആവശ്യ സമയത്ത് അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. അതൊക്കെ ഒരു വലിയൊരു തത്വമാണ്. ഞാൻ ഈ അടുത്ത കാലത്താണ് അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയത്. മുമ്പൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇതുപോലെ തന്നെ എന്തോ എൻ്റെ മെമ്മറിക്ക് എന്തോ കുഴപ്പം സംഭവിച്ചതാണ്. പക്ഷേ അങ്ങനെയല്ല. ആക്ച്വലി നമ്മളെ ഫ്രീ ആക്കാൻ വേണ്ടി പ്രകൃതി തന്നെ ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. വൈബ്രേഷൻ ലെവൽ മാറുമ്പോൾ പഴയ ആ ഒരു 3-ലിരിക്കുന്ന ആൾ 4-ലിരിക്കുന്ന ആൾക്കാർ വിട്ടുപോയിട്ട് നമ്മളുടെ അടുത്തേക്ക് വേറെ ഹയർ വൈബ്രേഷനുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് പോസിറ്റീവാണ്, നിങ്ങൾക്ക് നല്ലതാണെന്നുള്ളതും തിരിച്ചറിയുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.